വണ്ടിപ്പെരിയാർ ചുരക്കുളം ആശുപത്രിക്ക് സമീപം ഉണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരായിരുന്ന 2 യുവാക്കൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒരാളെ തേനി മെഡിക്കൽ കോളേജിലും മറ്റൊരാളെ മധുര മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി വണ്ടിപ്പെരിയാറിൽ ഹോം അപ്ലയൻസസുകൾക്ക് ഒരേ ഒരു പേര്, സെൽ പോയിന്റ് ഹോം അപ്ലയൻസസ്, അസംഷൻ ദേവാലയത്തിന് എതിർവശം, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത്. കുമളിയിൽ നിന്നും മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന കാറും വണ്ടിപ്പെരിയാറിൽ നിന്നും വാളാടിയിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടിയും തമ്മിലാണ് കൂട്ടി ഇടിച്ചത്. മദ്യലഹരിയിൽ ആയിരുന്ന കാർ യാത്രക്കാർ അമിത വേഗതയിൽ എത്തി സ്കൂട്ടിയിൽ നിയന്ത്രണം വിട്ട് ഇടിക്കുകയാണ് ഉണ്ടായത്. ഈ സമയം ബൈക്ക് യാത്രക്കാരായിരുന്ന വണ്ടിപ്പെരിയാർ മഞ്ചുമല ഫാക്ടറിക്ക് സമീപം താമസിക്കുന്ന 24 വയസ്സുള്ള സ്റ്റാലിൻ, 29 വയസ്സുള്ള രമേശ് എന്നിവരാണ് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത്. സ്റ്റാലിന്റെ കാല് ഒടിയുകയും രമേശിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലും മധുര മെഡിക്കൽ കോളേജിലേക്കും 2 പേരെയും മാറ്റുകയാണ് ഉണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രമേശിന്റെ നില അതീവ ഗുരുതരം എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിലയക്കുകയും ചെയ്തു. വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ മലപ്പുറത്ത് നിന്നും എത്തിയ ആളുകളുടെ കാറാണ് അപകടം ഉണ്ടാക്കിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.